ഞാൻ ഈ മഹത്വമേറിയ ശുശ്രൂഷയിലേക്ക് ഇറങ്ങുമ്പോൾ ഏകദേശം എൻ്റെ വയസ്സ് 22 വയസ്സാണ്. അപ്പോൾ എൻ്റെ മൂന്നാമത്തെ അനിയൻ എന്നേക്കാൾ വളരെ എന്നേക്കാൾ വലിയ പ്രാപ്തനും മിടുക്കനും സാമർഥ്യനായിരുന്ന എനിക്ക് ശുശ്രൂഷയ്ക്ക് ഇറങ്ങുന്ന വിഷയത്തിൽ ചില തടകളും മറ്റുള്ളവരുടെ ഇപ്പോൾ നീ മൂത്തവനാണ്, നിന്റെ സഹോദരങ്ങളെല്ലാവരും ഇടയവരാണ്, അവരെ ഒരു കരയാക്കിയിട്ട് നീ ശുശ്രൂഷയ്ക്ക് ഇറങ്ങ്. നീ മൂത്തവനായിരിക്കുന്നവൻ ഇപ്പോൾ ഇറങ്ങിപ്പോയാൽ നിന്റെ കുടുംബത്തിലെ സഹോദരങ്ങൾ തകർന്നു പോകും. അതുകൊണ്ട് നീ ഇപ്പോൾ ഇറങ്ങരുത്. നിന്റെ സഹോദരങ്ങളെ ഒരു നിലയിലാക്കിയ ശേഷം നീ ശുശ്രൂഷ ഇറങ്ങിപ്പോ എന്നുള്ളതായ പ്രതികൂലങ്ങൾ എൻ്റെ മുൻപിൽ വന്നപ്പോൾ എൻ്റെ അനിയൻ, മൂന്നാമത്തെ അനിയനോട് ഞാൻ പറഞ്ഞു, തമ്പി, ഞാൻ സുവിശേഷകരെ ഇറങ്ങിപ്പോവുകയാണ്. മറ്റുള്ള സഹോദരങ്ങളെയും പപ്പായും അമ്മയും നീ നോക്കിക്കൊള്ളണം, അവരെ ധൈര്യപ്പെടുത്തിക്കൊള്ളണം. ഞാൻ ഈ കുടുംബത്തിൽ പപ്പായും അമ്മയും നിന്നോട് 3 സഹോദരങ്ങളെയും ഞാൻ നിന്റെ കൈ ഏൽപ്പിച്ചിട്ട് പോവുകയാണ് എന്നീ ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയ 2-ാം വർഷം എൻ്റെ അനിയൻ 19 വയസ്സ് തീർന്ന് 20-ാമത്തെ വയസ്സിലേക്ക് പ്രവേശിക്കുന്നതായ ആ സന്ദർഭത്തിൽ ഒരു മരത്തിൽ കയറി ഫലം പറിക്കുവാൻ പോയപ്പോൾ അശ്രദ്ധനായി താഴെ വീണ് അപ്പോൾ തന്നെ അവനെ ഡെഡ് ബോഡിയായിട്ട് എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് ഞാനപ്പോൾ തിരുവനന്തപുരം സെൻട്രൽ വിയത്തമിലായിരിക്കുന്നു. അപ്പോൾ അനിയൻ മരണപ്പെട്ടു പോയി എന്ന് പറയുകയും ദുഃഖത്തോട് എൻ്റെ ഭവനത്തിൽ കടന്നു വന്നു. ഇപ്പോൾ ആ സന്ദർഭത്തിൽ ഞാൻ ഓർക്കുകയാണ്. ദൈവനാമത്തിന് സ്തോത്രം. ഈ പ്രിയ മകളുടെ വേർപാട് എല്ലാവർക്കും വളരെ ദുഃഖമാണ്. എങ്കിലും ഇങ്ങനെ ഈ പ്രിയ മകളുടെ വേർപാട് അത് പ്രിയ പിതാവിനും മാതാവിനും 2 സഹോദരിമാർക്കും ദുഃഖമാണെങ്കിലും ആശ്വസിപ്പിക്കുന്ന ദൈവം, കണ്ണുനീർ തുടയ്ക്കുന്ന ദൈവം ഈ സാക്ഷികൾ കൊണ്ടോ പ്രശ്നങ്ങൾ കൊണ്ടോ ദൂതുകൾ കൊണ്ടോ ഇവരെ ആശ്വസിപ്പിക്കാൻ പറ്റുകയില്ല. എന്നാൽ യേശു ലാസറിനെ ഉയർപ്പിച്ചു. ദൈവത്തിന് സ്തോത്രം. കാഹളം ധ്വനിക്കുന്ന സമയത്തിൽ നമുക്കെല്ലാവർക്കും യേശുവിനെ എതിർപ്പാൻ തക്കവണ്ണം ഈ അന്ത്യനാളുകളിൽ മാതാപിതാക്കളായി നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി യേശു പറഞ്ഞു, എനിക്ക് എന്നെ ചൊല്ലി നിങ്ങൾ കരയരുത്, നിങ്ങളെ ചൊല്ലി നിങ്ങളെ മക്കളെ ചൊല്ലും കരയുവിൻ എന്ന വചനപ്രകാരം ഈ നാളുകളിൽ ഇവനാല് വേർപാടോട് കൂടെ നമുക്ക് നല്ല കാര്യത്തെ മാത്രം, നല്ലതേ മാത്രം, അവിടെ നല്ല കാര്യത്തെ മാത്രം മുറുകെ നമുക്ക് പഠിക്കാം. ദൈവത്തിന് സ്തോത്രം. തുടർന്ന് യുവാക്കളായ നമുക്ക് പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ദൈവത്തെ ഭയപ്പെട്ട് അന്ത്യകാലത്തിൽ അപ്പനെയും അമ്മയും അനുസരിക്കാത്ത ഒരു തലമുറ ഉണ്ടാകുമെന്ന് ദൈവവചനം വ്യക്തമായി പറയുകയാണ്. അങ്ങനൊരു തലമുറ ഈ കൂടി നിൽക്കുന്നതായ ആർക്കും ഉണ്ടാകരുത്. നമുക്ക് ദൈവത്തെ ഭയപ്പെട്ട് ദൈവരാജ്യത്തിലേക്ക് പ്രവേശിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. വീണ്ടും അവളുടെ പപ്പായെയും മമ്മയും 2 സഹോദരിയും ഏറ്റവും ദൈവം ആശ്വസിപ്പിക്കട്ടെ. അവരെ തിരുമാറോട് ചേർത്ത് കരം പിടിച്ച് നടത്തട്ടെ. നേരത്തെ പറഞ്ഞത് എൻ്റെ അനിയനെ കുറിച്ച് ഒരു പ്രദേശം ഉണ്ടായിരുന്നു, അതുപോലെ പപ്പയ്ക്കും മമ്മയ്ക്കും പ്രദേശം ഉണ്ടായിരുന്നു. എങ്കിലും നമ്മുടെ ഉദ്ദേശമല്ല, ദൈവ ഉദ്ദേശം നിറവേറ്റുകയാണ്. തുടർന്നുള്ള ശുശ്രൂഷ ദൈവം അനുഗ്രഹിക്കട്ടെ. ദുഃഖത്തിലായിരിക്കണം എല്ലാവരെയും ആശ്വസിപ്പിക്കട്ടെ. ഇവിടെ സാക്ഷി കേട്ടതുപോലെ അതേ നല്ല സ്വഭാവങ്ങൾ എനിക്കും നിങ്ങൾക്കും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളെ നിർത്തി.